ആ കുട്ടാ എന്തേ കുട്ടാ നോക്കാം, നമുക്ക് പഞ്ചായത്ത് ഓഫീസിലൊന്നും പോകണല്ലോ. നോക്കട്ടെ. ഇതിനെ പഞ്ചായത്ത് പോയിട്ട് കാര്യമില്ല. ആദ്യം വില്ലേജ് ഓഫീസറെ കാണണം, ശേഷേ തഹസിൽദാറെ കാണാൻ പറ്റുള്ളൂ. നമുക്ക് അർജന്റ് ഇല്ലെങ്കിൽ നാളെ നമുക്ക് പോവാം. നാളെ പോയപ്പോഴേ ആയിക്കോട്ടെ, നാളെ പോവാം. ചേട്ടാ ഇതല്ല ഡോറ്. അതുമല്ല, ഇതിനകത്തിട്ട് എന്നെ പൂട്ടിട്ട് ഇതല്ല ഡോറെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ വിശ്വസിക്കുന്നത്. എന്റെ കാശെടുക്ക്. കാശെടുക്കടോ. എന്റെ കാശില്ല. മര്യാദക്ക് കാശെടുക്ക്. വെള്ളമെങ്കിൽ എന്റെ ഏക സമ്പാദ്യമായ ഈ അച്ചാറ് വെള്ളക്ക് നിനക്ക് ഞാൻ തരാം. ഇയാളെന്നെ ചൂടാക്കാതെ കാശെടുക്ക്. ഓ, അച്ചാറിൽ നിന്ന് ചൂടാവുന്നത് ഏത് ശാസ്ത്രജ്ഞനാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്? എന്താ പ്രശ്നം? കൂട്ടിട്ട് അയാൾ വണ്ടി പിടിച്ചിട്ട് കാശ് തരുന്നില്ല. നിന്റെ കാശ് എത്ര? 20 രൂപ. പവിത്ര കാശ് കൊടുക്കും. എന്റെ കയ്യിൽ കാശില്ല മോനെ, സത്യം. എന്റെ പുണ്ണാര കുട്ട, എത്ര നാളായില്ല മുട്ട കൂട്ടം നടിച്ചിട്ട്. ഓ, ഈ അച്ഛൻ്റെ കുട്ടി എത്ര നാളായില്ല ഞാൻ കഴിക്കുക. കുട്ട, ഇത്തരക്കാരൊക്കെ വണ്ടി വിളിക്കുമ്പോൾ ശ്രദ്ധിക്കണ്ട. എന്റെ കുട്ട, ഞാനിത് തുമ്മി എന്റെ വീട്ടിന്റെ മുറ്റത്ത് നിൽക്കുന്നതേ ഒരു ഓട്ടോ. എവിടേക്കാണെന്ന് ചോദിച്ചപ്പോ മഴപ്പിലേക്കാണ്. ഇവരോടൊന്ന് സംസാരിക്കാൻ എനിക്ക് നേരല്ല. എന്റെ പൈസ കിട്ടൂ. എന്റെ ഓർമ്മ പവിത്ര ഇന്നും തുടങ്ങിയല്ലേ, കുറച്ച് ഓവറാട്ടോ. ഞാൻ പറയട്ടെ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഇവിടെ അല്ലേ? സത്യത്തിൽ ഞാൻ ഇവിടെ അല്ലേ? എന്ത് പോക്കാണോ നീ പോകുന്നത്? ആകാശത്തോടാണോ നീ പോകുന്നത്? ശരി, മതി മതി, പ്രസംഗം നിർത്തും. കുട്ടാ, നീ നമ്മുടെ നാടിന്റെ മാനം കാത്തു. അതല്ല കുട്ട, നീ പോവല്ലേ? കാര്യം പറയട്ടെ. നിനക്ക് വേണ്ടിയുടെ ചോരുന്നൊരു പുര, 4-5 കുട്ടികളും പഠിക്ക് പോകുന്ന ഭാര്യ. വീട്ടിൽ പോ. എന്തോ തന്നെ ഇത് നമ്മൾ മനസ്സിലാകുന്നില്ല ഇവന്റെ കാര്യങ്ങൾ. ഇവനെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നവാസെ, ഞാൻ എന്നെ കാണാൻ നിൽക്കേന്. എന്താ ഈ ക്ലാസ് പോയി നിൽക്ക്? നവാസെ നിക്ക്, ഒരു കാര്യം പറയട്ടെ നവാസെ, നിക്ക്. എന്താ പോ നിർത്താതെ പോയത് പഠിച്ചോനെ? ഓ മാത്രം എന്നെ സഹായിക്കണില്ല. അല്ല, അതുകൊണ്ട് ഓൻ്റെ അടുത്ത് മുതലുണ്ട്. ബാപ്പു, അവന്റെ പുറകെ ഓടിയിട്ട് ഒരു കാര്യം. നയിച്ചു എന്നുള്ളതൊന്നൊരു ബുദ്ധിയല്ല. ഓനെ കണ്ടങ്ങള് കോപ്പി വാച്ചിന്റെ പണി. അവന് നാട്ടിലോന്റെ പോരണ്ടെന്നങ്ങള്. ദുനിയാവിലെ ഹലാലും ഹറാമും കുറച്ചൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഹറാമാന്ന് ഞങ്ങൾ പറയണ. ജീവിത വിജയത്തിന് ആഗ്രഹം നല്ലതാ എന്ന് കരുതി ഏത് വഴിയും സ്വീകരിക്കരുത്. അത്യാഗ്രഹി വിശന്ന ഭ്രാന്തനെ പോലെയാണെന്ന ചൊല്ല്. अरे चल चल, पैसा निकल, मुझे तो देर हो रहे. निकल जाते हैं बुद्धू लोग. अरे तुम देखते क्या? तुम्हें दिमाग नहीं है? पैसे लेके आता था होटल में. अरे साले मद्रासी. ए, रोके फायदा नहीं है, पैसा दे दो. अस्सलाम वालेकुम भाई, क्या हो गया? भाई ये खाना खा के पैसे नहीं दे रहे. बोलते खाते में लिखे रखो, कैसे लिखेगा? खाना खा के बोलते पैसा नहीं. ये मेरा आदमी है. हाँ, तुम्हारा आदमी तो तुम पैसा दे दो. ओके, उसका पैसा कितना है? 45 रुपये. 45. ओके, ये ले लो. चलो दे दो. बाकी दे दो. സാരില്ലടാ, വാ പോകാം. ഓക്കെ ബൈ. എവിടെയായിരുന്നു ബാപ്പു 2 ദിവസം? നിനക്ക് ഭക്ഷണം വേണമെങ്കിൽ എൻ്റെ അടുത്ത് വന്നാൽ പോരായിരുന്നു. എല്ലാവരെയും വെറുപ്പിച്ചു മടുത്തു. വല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ. നീയാകെ ക്ഷീണിച്ചു പോയല്ലോ. ഇന്നലെ ആഹാരമൊന്നും കഴിച്ചില്ല. പിന്നെ ഉറക്കം വരാത്തോണ്ട് ബസ് സ്റ്റാൻഡിലിരുന്ന് നേരം വിളിപ്പിച്ചു. ആകെ ഉണ്ടായിരുന്ന ഭാര്യയും മക്കളും ഇന്നലെ എന്നെ ഒഴിവാക്കി പോയി. പിന്നെ എൻ്റെ ഉമ്മാക്ക് വേറെ ഉണ്ട് ആ മക്കളും, നല്ല പൈസ ഉള്ളവര്. അതുകൊണ്ട് എൻ്റെ ഉമ്മാക്ക് പിന്നെ വേണ്ട. എനിക്കിപ്പോൾ ആരുമില്ല. 4 കൊല്ലമായി ഞാനിവിടെ. 3 കൊല്ലം നല്ല ജോലി, അത്യാവശ്യം നല്ല ശമ്പളം ഉണ്ടായിരുന്നു. പിന്നീട് പൈസ കുറച്ച് അത്യാവശ്യം വന്നപ്പോൾ ഞാൻ എൻ്റെ പത്താക്ക പണയം വെച്ച് കുറച്ച് പൈസ ഒരുത്തൻ്റെ അടുത്ത് നിന്ന് വാങ്ങി. അവനിപ്പോൾ ജയിലില്ല. ഇപ്പം എൻ്റെ അടുത്ത് പത്താക്കില്ല, പാസ്പോർട്ടും ഇല്ല, ഒരു കടലാസും ഇല്ല. ഒരു കടലാസും ഇല്ലാത്തവനെ
ആരും മുറി കയറ്റൂല. അതുകൊണ്ട് ബീസുണ്ട് നോക്കെ ഞാൻ എല്ലാരോടും പറയും. എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായ ഞാൻ ഇന്നാർക്കും വേണ്ടാത്തവനായി. ഞാനിനി എന്താ ചെയ്യ? ബാപ്പു വിഷമിക്കണ്ട, നാളെ നമുക്ക് എന്തെങ്കിലും ഒരു പണി നോക്കാം. അല്ല, അള്ളാഹുവിനെ ഇവിടുന്ന് രക്ഷപ്പെടുത്തുന്ന എനിക്ക് ഉറപ്പാണ്. ഇത്തിരി ബുദ്ധിമുട്ടുള്ള പണിയാലും വേണ്ടില്ല, എന്ത് പണിയാണെങ്കിലും ഞാൻ എടുക്കാം. എന്തെങ്കിലും ഒരു പണി, വേറെ മാർഗമില്ലാത്തതുകൊണ്ടാണ്. ശരി, ഞാനൊരാളെ പരിചയപ്പെടുത്തരാം. പക്ഷേ പണിയെടുക്കുമ്പോൾ നീ എന്നെ ശപിക്കരുത്. നിങ്ങൾ ബാപ്പുവിന്റെ സുഹൃത്തുക്കളല്ലേ? അതെ. ബാപ്പു എന്താ ബാപ്പുലും തരാണ്ടോ? ബാപ്പു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് മരിച്ചു. നിനക്കിനി എൻ്റെ കൊണ്ടൊരു തുള്ളി വെള്ളം തരില്ല, ഒരു തുള്ളി വെള്ളം തരില്ല, ഒരു തുള്ളി വെള്ളം തരില്ല, ഒരു തുള്ളി വെള്ളം. നമ്മുടെ ബാപ്പു अस्सलाम वालेकुम। वालेकुम सलाम।
റംല, കുട്ടികളെപ്പോഴാ സ്കൂളിൽ നിന്ന് വരാ? ഒരു 4-4:30 ആവും. ഞാൻ പെട്ടി ഒന്ന് എടുക്കട്ടെ. പതുക്കെ പതുക്കെ. ആ അവിടെ അവിടെ ഉണ്ട് വെച്ചോളി. ഓക്കെ, എന്നാ ശരി. എയർപോർട്ട് കയറാന് വണ്ടിയൊക്കെ ഏർപ്പാട് ചെയ്താ. റംല വേണ്ടാന്ന് പറഞ്ഞ. അടുത്ത ആഴ്ച പരീക്ഷ, പിന്നെ 1-2 പ്രാവശ്യം പോയതും അല്ലേ. ആ അതും ശരിയാ. എന്താ നിങ്ങൾ ബാഗ് മറന്നില്ലേ? ഓ, ഞാൻ മറന്നുപോയതാ. ശരി ശരി. എന്നാ ഞാനായിട്ട് ഇറങ്ങാ. ഇല്ലപ്പ ചോറായിട്ടുണ്ട്, ചോറിട്ടിട്ട് പോവാം. എനിക്ക് ആ കോയാമൂനൊന്ന് കാണാണ്ടേ. ഉപ്പ, എന്നാ വൈകിട്ട് ഞാൻ അങ്ങോട്ട്. ഈ തിരക്കൂട്ടണ്ട, സാവധാനമായിട്ട് വന്നാ മതി. ആ. ഇപ്പൊ ഞാനായിട്ട് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. ഈ ഒരു ചെറിയ പെട്ടി കൊണ്ടാണ് അപ്പൊ ഞാൻ വണ്ടിയും വിളിച്ച് കായ് മുടക്കി പോന്നത്. അനക്ക് വല്ല ബസ്സിനും പോന്നാ പോരേനോ മാനസന്റെ പൈസ എടുത്താൻ? ഞങ്ങളോട് അപ്പളേ പറഞ്ഞത് അവളിങ്ങോട്ട് വന്നോളൂന്ന്. നബീസ, മകള് വലിയ പെട്ടിണ്ടോരാത്ത നിന്നോടാ പറയല്. ഇനി 3 മാസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അങ്ങ് തീരും. ഞാനൊരു ഹൗസ് ഡ്രൈവർ അല്ലേടി. അല്ല, ഞാൻ ചോദിക്കാൻ പറഞ്ഞു, നമ്മളെ ബാപ്പു മരിച്ചിട്ട് കാണാൻ പോയിരുന്നോ? അതൊക്കെ ഒരു കഥയാണ്. ഞാൻ ആശുപത്രി പോയിരുന്നു. അല്ലാതെ ഇവിടുത്തെ പോലെ. അസ്സലാമലൈക്കും നാസറേ. വാലേക്കും ഇജ്ജ് അസ്സലാം. വന്നു അറിഞ്ഞു. ഇതുമായി പോയപ്പോ ഒന്ന് കയറിയെന്നുള്ളൂ. അനക്ക് സ്വന്തമായോ? ഇങ്ങോട്ട് കേറിയിരിക്കേ. എന്തൊക്കെ ഉണ്ടോ വർത്താനം? തീരെ തടി കൂടിയിക്കണോ? സൂക്ഷിച്ചോളൂ, വല്ല രോഗവും വരും. ഞാൻ നിങ്ങൾക്കൊരു ടോർച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. തന്നെ വൈകുന്നേരം പള്ളിയിൽ ഇറങ്ങുമ്പോൾ ഞാൻ കൊണ്ടുവരാം. അൽഹംദുലില്ലാ, ഇച്ച് സന്തോഷായി. ആ പിന്നെ എന്നാ പിന്നെ നമുക്ക് വൈകുന്നേരത്ത് പള്ളിക്കൊന്ന് കാണാം. എന്നാ വെള്ളം കുടിച്ചിട്ട് ഇറങ്ങാം. വേണ്ട, ഇവിടെ വരുന്നൊക്കെ കുടിച്ചാലുണ്ട്. എന്നാ നമ്മളങ്ങിട്ട്. ആയിക്കോട്ടെ. എന്നാ ശരി. അല്ല, മയ്യത്ത് അവിടെ തന്നെ മറവ് ചെയ്തോ? പാവം, എന്തു പറ്റിയെന്ന് അറിയില്ല. ഓന്റെ അവസാന കാലം ഓൻ വളരെ കോമാളിയായിരുന്നു. എല്ലാവർക്കും അവനൊരു പരിഹാസപാത്രമായിരുന്നു. അവൻ അങ്ങനൊന്നും ആയിരുന്നില്ല. ആ, അത് പോട്ടെ. ഹലോ 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 ഹലോ. ആരാണാവോ? ഇവിടെ കിടക്കൊന്നും വേണ്ട, എളുപ്പണ്ട് പോണ്ട. നേരാ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ആരെ പറയണ്ടേ? വന്ന് കേറിയപ്പോ തുടങ്ങിയതാ. ഞാൻ അയച്ച പൈസക്ക് നിങ്ങൾ എന്താ ചെയ്തേ? ചേരക്കണ്ട ജി, മാസത്തിൽ 8-9 അയക്കും. അതിനുള്ള ചെലവുണ്ട് ഇവിടെ. എന്ത് ചെലവ്? അധികം പറ്റാന്നും പറഞ്ഞ് എന്റെ കുഞ്ഞോളെ കൂടി എത്തിങ്ങനെ കൊണ്ടാക്കിയില്ലേ നിങ്ങള്? നിങ്ങൾ ചൂടാവണ്ട. നിങ്ങളുടെ ആ പഴയ ചീട്ടുകളൊക്കെ ഇപ്പോഴും ഉണ്ടെന്ന് എനിക്കറിയാം. കണ്ടില്ലേ വാപ്പാനോട് തർക്കുത്തരം പറയണേ? വാപ്പ, അതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയോ? അതിന്റെ പവിത്രത എന്താണെന്ന് നിങ്ങൾക്കറിയോ? നിർത്തണ്ട ജി. അതിനെ കൽബിലൊരിത്തിരി സ്നേഹം വേണം. സ്നേഹമില്ലാത്ത മനസ്സിൽ ഒരൊറ്റ നന്മയും ഉണ്ടാവില്ല. എന്റെ പാക്ക് സ്നേഹമില്ലാന്ന് ഈ പറയണ്ട. ആരോട്? നിങ്ങളോടുണ്ടാവും. അസുഖം വരുന്നവരെ എന്റെ ഉമ്മയോടും ഉണ്ടായിരുന്നു. ഗൾഫ് പോയാന്നേക്കും ഞാൻ ബാപ്പ എന്ന് മറന്നില്ലേടി. എന്താ അവളെ പവര്? 2 വലിയ പെൺകുട്ടികളുള്ള കാര്യം ബാപ്പ മറന്നതുകൊണ്ടായിരിക്കും. ഞാൻ എന്ത് മറന്നു പറഞ്ഞേ? ജീവിതത്തിൽ ഇനി എനിക്കൊന്നു മാത്രമേ നടക്കുള്ളൂ, അത് ഉറപ്പിക്കാം. മരണം. ഈ ആരെയാടി പേടിപ്പിക്കണേ? ഒന്നും മിണ്ടാണ്ടിരിക്കണ്ടങ്ങള്.